നമ്മുടെ രാജ്യത്ത് ജനങ്ങളാകെ വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്ന നിലയാണ്. അതിൽ ഓരോ നാൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ വിഷമത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന ഒരു വിഭാഗമാണ് രാജ്യത്തെ കൃഷിക്കാർ. ഇതിനിടയാക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ നയമാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം കർഷകരെ തെല്ലും സഹായിക്കുന്നില്ല എന്നതാണ് കാണാൻ സാധിക്കുക. ഇത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നൊരു നയത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി കാർഷിക രംഗത്തും മറ്റും നൽകുന്ന സഹായങ്ങൾ, പിന്തുണ, സബ്സിഡി അതെല്ലാം കൈയൊഴിയണമെന്നാണ് കാണുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒരു സഹായവും ചെയ്യാതിരിക്കുക. ഇപ്പോൾ വലിയ തോതിലുള്ള പ്രയാസത്തിലേക്കാണ് ഇതിൻ്റെ ഭാഗമായി കർഷകരെ തള്ളിവിടുന്നത്. ഈ നയം അതിതീവ്രമായി നടപ്പിലാക്കുന്നത് BJP ഗവൺമെൻറ്റാണെങ്കിലും രാജ്യത്തെ BJP ഇതര പാർട്ടികളെല്ലാം മറ്റൊരു നയമാണ് പിന്താങ്ങുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, തീവ്രമായി നടപ്പിലാക്കുന്ന ഈ നയം തുടങ്ങി വെച്ചത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് സ്വീകരിച്ച നയത്തിൻ്റെ തീവ്രമായ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നയങ്ങൾക്കെതിരെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇത്തരം നയങ്ങൾക്കെതിരെ കോൺഗ്രസിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയരുന്നില്ല എന്നത്. ഇപ്പം നവ ഉദാരവൽക്കരണ നയം രാജ്യത്ത് അംഗീകരിച്ചത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ്. ഈ പറയുന്ന സർക്കാർ പിന്തുണ വെട്ടിക്കുറക്കാൻ തുടങ്ങിയതും കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ് കാലത്ത് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച ആ നയം BJP ഗവൺമെൻറ് തുടരുമ്പോൾ ആ നയത്തിനെതിരെ ശക്തമായി ശബ്ദിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവമാണ്. ഇന്ത്യ BJPയുടെ ജനവിരുദ്ധ നയങ്ങളിൽ പൊറുതിമുട്ടി കഴിയുമ്പോൾ ആ നയത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതിഷേധം ആദ്യമായി സംഘടിതമായി കരുത്തോടെ ഉയർത്തിക്കൊണ്ടുവന്നത് കർഷക ജനസാമാന്യമായിരുന്നു. വിവിധ സംഘടനകൾ യോജിച്ചുകൊണ്ട് നടത്തിയ കർഷക പ്രക്ഷോഭം രാജ്യത്തിൻ്റെ മാത്രമല്ല
ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രക്ഷോഭം. എല്ലാ കാര്യത്തിലും തങ്ങളുടെ പിടിവാശി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ് കർഷക പ്രക്ഷോഭത്തെ കണ്ടില്ലെന്നടിക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചത്. പക്ഷെ ശരിയായ ദിശാബോധത്തോടെ ആ പ്രക്ഷോഭം കൂടുതൽ കരുത്താർജിച്ചു വന്നു.